ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്നത് പോലെ ഒരു സ്നാക്സ് നമുക്കൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയാലോ? അതായത് ബ്രെഡ് കോക്കനട്ട് റോൾ. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ സ്നാക്സ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ? അതിനായി നിങ്ങളുടെ അടുത്ത് ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡ് എടുക്കുക. ഇപ്പൊ എൻ്റെ അടുത്ത് ഞാൻ സ്നാക്സ് ഉണ്ടാക്കി ഒരു ബ്രെഡ് സ്നാക്സ് ഉണ്ടാക്കിക്കേനു. അപ്പൊ അതിന്റെ ബാക്കി പീസ് ബ്രെഡ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ബ്രെഡ് പീസാണ് ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ആ ബ്രെഡ് പീസ് നമുക്കൊന്ന് ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ നിങ്ങളുടെ അടുത്ത് ബ്രെഡാണ് ഉള്ളതെങ്കിൽ ബ്രെഡ് എടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ ഇതാ ഞാനിങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 3 കപ്പോളം ബ്രെഡ് നമുക്കിങ്ങനെ പൊടിച്ചെടുക്കാം. അപ്പൊ ഞാനിതാ എല്ലാം ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. അപ്പൊ ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഒരു 2 ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അടുത്ത് പൊടിയാണുള്ളതെങ്കിൽ 1 കപ്പ് ശർക്കര പൊടി എടുത്താൽ മതി. എൻ്റെ അടുത്ത് ശർക്കരയാന്നുള്ളത് കൊണ്ട് ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്ന് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബട്ടർ ആയാലും മതി. ഇപ്പൊ ഞാൻ നെയ്യാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ബ്രെഡ് ക്രംസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ എണ്ണയിലൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ അതൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 2 കപ്പ് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് നമുക്കൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഒന്ന് മിക്സ് ആയി വന്നാൽ അതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച ശർക്കര ഇതിലേക്ക് അരിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ ഇതാ നല്ലോണം ഒന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പം നല്ലൊരു തേങ്ങക്ക് നല്ലൊരു സ്വാദുണ്ടാവും. അതിനാണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഈ ശർക്കര ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതാ തേങ്ങ ശർക്കര കൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ തന്നെ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 കപ്പ് ബ്രെഡ് ക്രംസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുക. ഇനി നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പം വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ കുറച്ചൊരു ലൂസായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1 കപ്പും കൂടി ബ്രെഡ് ക്രംസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഈ മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ ചൂടൊന്ന് ആറി കിട്ടേണ്ടിട്ട് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതാ ചൂടൊക്കെ നല്ലോണം ആറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് തണിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 2 ബോൾസ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം. ഏതിലാണ് നമ്മൾ പരത്തിയെടുക്കുന്നത് ആ പലകമേൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ആ പലക ഫുള്ളായിട്ട് എണ്ണ ആക്കി കൊടുക്കുക. ഇനി ഇതിന്റെ മേലെ നമുക്ക് ഒരു ബോൾസ് വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് കൈകൊണ്ട് തന്നെ നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയി തന്നെ ഇത് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മേലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച തേങ്ങ ശർക്കര കൂട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഈ കൂട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ തേങ്ങാക്കൂട്ടിൽ തന്നെ ബ്രെഡ് ക്രംസും കൂടി ചേർത്തുകൊണ്ട് തന്നെ നല്ലൊന്ന് ഒട്ടിപ്പിടിക്കുന്നത് പോലെ ഉണ്ടായിരിക്കും.
അപ്പോൾ ഇത് എല്ലാ ഭാഗത്തേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണ തടയുകൊണ്ട് തന്നെ നമുക്കിത് വേഗം റോൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാനിതാ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കട്ടിയിലാണ് ഈ മാവ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ സൈഡെല്ലാം ചിലപ്പോൾ പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഫുള്ളായിട്ട് കുറച്ച് ടൈറ്റിൽ വേണം ഇത് റോൾ ചെയ്തെടുക്കാൻ. നല്ലോണം ഇങ്ങനെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ രണ്ട് സൈഡ് ഭാഗവും നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ സൈഡ് ഭാഗം ഇതേപോലെ തന്നെ നല്ലോണം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെ വേറൊരു ബോൾസും കൂടി ഇല്ലേ, അതും കൂടി നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത്. അതേപോലെ ഞാൻ ഉണ്ടാക്കുന്ന ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാനിതാ രണ്ടാമത്തതും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു സ്റ്റീമർ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതൊന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാനിതാ ഒരു അലൂമിനിയം ഫോയിലാണ് ഇതിന്റെ മേലെ വെച്ച് കൊടുക്കുന്നത്. നമുക്കിത് ഇത് രണ്ടും നമുക്കിതിൽ ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 10-20 മിനിറ്റ് മതി ഇതൊന്ന് വെന്ത് വരാൻ. ഇപ്പം ഇതാ നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് തണിയാൻ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു പറ്റി പിടിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് തണിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് വേഗം കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതാ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റും അതേപോലെ നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്സ് ആണിത്. വളരെ ഈസി ആയിട്ട് നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഓരോ റോളാക്കിയിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന നല്ലൊരു അടിപൊളി സ്നാക്സ് ആണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അതേപോലെ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.